So today we are going to discuss about the anatomical basis of Ebbs paralysis. ഇപ്പോൾ എന്താണ് എബ്സ് പാരാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടായിരിക്കും ചോദിക്കുക. മെയിൻലി ഇഞ്ചുറി ടു അപ്പർ ട്രങ്ക് ഓഫ് ബ്രാക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു പാരാലിസിസ് ആണ് എബ്സ് പാരാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട എവിടെയാണ് സൈറ്റ് ഓഫ് ഇഞ്ചുറി. സൈറ്റ് ഓഫ് ഇഞ്ചുറി ഒരു പോയിന്റ് ഉണ്ട്, ദർസ് എ പോയിന്റ് കോൾഡ് എബ്സ് പോയിന്റ്. ഓൾറെഡി നമുക്കറിയാം അപ്പർ ട്രങ്ക് എങ്ങനെയാണ് C5 C6 റൂട്ടിൽ നിന്ന് വരുന്ന ഫൈബേഴ്സ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് അപ്പർ ട്രങ്ക് ഉണ്ടാകുന്നത്. അപ്പർ ട്രങ്ക് ഉണ്ടായതിനു ശേഷം അത് പിന്നെ അത് 2 ഡിവിഷനാവും, ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഡിവിഷനാവും. ഈ ഒരു കോമൺ പോയിന്റ് തന്നെ 2 നെർവ്സും കൂടെ അറൈസ് ചെയ്യുന്നുണ്ട്. അപ്പർ ട്രങ്കിൽ നിന്ന് മേലത്തോട്ട് ഒരു സുപ്രാസ്കാപ്പുലർ നെർവും താഴത്തോട്ട് സബ് നെർവ് ടു സബ്ക്ലേവിയസും. അങ്ങനെ 6 നെർവ്സ് കോമൺ ആയിട്ട് വരുന്ന ഒരു പോയിന്റാണ് എബ്സ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. സോ സൈറ്റ് ഓഫ് ഇഞ്ചുറി ഈ ഒരു എബ്സ് പോയിന്റിൻ്റെ അവിടെ ഇഞ്ചുറി പറ്റുമ്പോഴാണ് അപ്പർ ട്രങ്ക് പാരാലിസിസ് ഉണ്ടാവുന്ന പാരാലിസിസാണ് എബ്സ് പാരാലിസിസ്. ഇനി അവിടെ ഇൻവോൾവ് ആവുന്ന റൂട്ട് C5 C6 നമുക്കറിയാം. ഇനി എബ്സ് പാരാലിസിസിൻ്റെ മെക്കാനിസം എങ്ങനെ, ഏതൊരു മെക്കാനിസം ഇഞ്ചുറിയിലാണ് ഈ എബ്സ് പാരാലിസിസ് വരിക. ഈ നെക്ക് ടു ഷോൾഡർ ആംഗിൾ, ഈ ആംഗിൾ നമുക്കറിയാം. ആ ആംഗിൾ കൂടുന്ന ടൈപ്പ് ഓഫ് ഇഞ്ചുറീസിലാണ് എന്ത് പറ്റുന്നത്, എബ്സ് പോയിന്റ് ഇഞ്ചുറി പറ്റുന്നത്, ഈ എബ്സ് പാരാലിസിസ് പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഡിഫിക്കൽട്ട് ആപ്പറിൻ്റെ സമയത്ത് കൊച്ചിൻ്റെ കഴുത്ത് പിടിച്ച് വലിക്കുന്ന സമയത്ത് ഈ ആംഗിൾ കൂടുന്ന സമയത്ത് ഇതേപോലെ തന്നെ ബർത്തിൻ്റെ സമയത്ത് തന്നെ എബ്സ് പോയിന്റിന് ഇഞ്ചുറി പറ്റി എബ്സ് പാരാലിസിസ് വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് ഒരു ഹൈറ്റിൽ നിന്നൊക്കെ തല കുത്തി വരുന്ന സമയത്ത് ഈ ഒരു ആംഗിൾ കൂടാം. അപ്പോൾ ഫാൾ ഫ്രം എ ഹൈറ്റ് ഇൻ ഫാൾ ഓൺ ഷോൾഡർ ക്യാൻ ഓൾസോ കോസ് ദിസ് ഇഞ്ചുറി. ഇനി ഇതിനകത്തുള്ള ഡിഫോമിറ്റി ഏതൊക്കെ മസിൽസ് ഇൻവോൾവ് ആണ് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യണം. ആ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഹാൻഡ് ഡിഫോമിറ്റിയാണ് പോലീസ്മാൻ ടിപ്പ് ഹാൻഡ് അഥവാ വെയിറ്റേഴ്സ് ടിപ്പ് എന്ന് പറഞ്ഞ ഡിഫോമിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി അവിടെ എന്താണ് ഹാമിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഹാൻഡിൻ്റെ പോസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ അപ്പർ ലിമ്മിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദ ആം വിൽ ബി ഹാങ്ങിങ് ബൈ ദ സൈഡ്. ഇനി അതിനകത്ത് ഏതൊക്കെ റൂട്ടാണോ ഇൻവോൾവ് ആവുന്നത് അതിനനുസരിച്ച് കുറേ നെർവ്സിന് ഇഞ്ചുറി പറ്റുന്നതുകൊണ്ടാണ് ആ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് അപ്പിയറൻസിലോട്ട് എത്തുന്നത്. ഇപ്പോൾ C5 C6 റൂട്ട്സ് എല്ലാം ഇൻവോൾവ് ആവുന്നത് അവിടെ നിന്ന് വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് നെർവ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ആക്സിലർ നെർവിൻ്റെ റൂട്ട് വാല്യൂ ഇതാണ്. ഇപ്പോൾ ആക്സിലർ നെർവിന് പോയിട്ട് വേണം ഡെൽറ്റോയിഡിൻ്റെ ഫൈബേഴ്സിനൊക്കെ കൊടുക്കാൻ. സോ വെനെവർ ദർ ഇസ് എൻ ഇഞ്ചുറി ടു ദ ഡെൽറ്റോയിഡ് മസിൽ, ഡെൽറ്റോയിഡ് ആമിൻ്റെ ഒരു അബ്ഡക്ടർ അല്ലേ, സോ ദ ഹാൻഡ് വിൽ ബി ഇൻ എൻ അഡക്റ്റഡ് പൊസിഷൻ. സോ ആം വിൽ ബി ദ ബൈ സൈഡ് അഡക്റ്റഡ് ആയിരിക്കും. ഇനി C5 C6 വരുന്ന നമ്മുടെ അപ്പർ ട്രങ്ക് എന്ന് വരുന്ന നെർവ് ആയത് സുപ്രാസ്കാപ്പുലർ നെർവ്, അത് പോയിട്ടാണ് സുപ്രാസ്പൈനറ്റസിന് ഇൻഫ്രാസ്പൈനറ്റസിന് സപ്ലൈ ചെയ്തത്. അതേപോലെ തന്നെ ആക്സിൽ നെർവ് ടെറിസ് മൈനർ സിറ്റ് മസിൽ, റൊട്ടേറ്റർ കഫിൽ വരുന്ന 3 ആൾക്കാരെ സുപ്രാസ്പൈനറ്റസ്, ഇൻഫ്രാസ്പൈനറ്റസ്, ടെറിസ് മൈനർ. ഇവരൊക്കെ ആക്ഷൻ ലാറ്ററൽ റൊട്ടേഷനാണ്. ഇവർ പാരലൈസ്ഡ് ആകുമ്പോൾ ഹാൻഡ് അങ്ങോട്ടാവും മീഡിയലി റൊട്ടേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആമിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താ, ഇറ്റ് വിൽ ബി അഡക്റ്റഡ് ആൻഡ് മീഡിയലി റൊട്ടേറ്റഡ്. രണ്ടാമതൊരു നെർവ് ഇമ്പോർട്ടൻറ്റ് ഇഞ്ചോർഡ് ആവുന്ന C5 C6 C7 റൂട്ട് വാല്യൂ വരുന്ന നെർവാണ് മസ്കുലോ ക്യൂട്ടേനസ് ഡൗൺ. അതിൻ്റെ സപ്ലൈ ബൈസസ് ബ്രാക്കിലോട്ടുണ്ട്, മെയിൻലി C5 C6 റൂട്ട് എന്നാണ് വരുന്നത്. ബൈസപ്സിൻ്റെ കാര്യത്തിൽ എൽബോയിൽ ഒരു സ്ട്രോങ് ഫ്ലെക്സറാണ്, അതേപോലെ തന്നെ ഒരു സുപ്പിനേറ്ററും കൂടിയാണ്. സോ ഈ 2 ആക്ഷൻ കൂടെ റിവേഴ്സ് ചെയ്യും. ബൈസപ്സിനെ ഇഞ്ചുറി, മസ്കുലോ ക്യൂട്ടേനസിന് ഇഞ്ചുറി പറ്റുമ്പോൾ, റൂട്ടിന് ഇഞ്ചുറി പറ്റുമ്പോൾ ബൈസപ്സിൻ്റെ ആക്ഷൻ റിവേഴ്സ് ആവും. സോ ദർ വിൽ ബി എക്സ്റ്റൻഷൻ ആൻഡ് പ്രൊണേഷൻ. സോ ഹാൻഡ് വിൽ ബി ലൈക്ക് ദിസ്. സോ കൈ ടിപ്പിക്കൽ ഒരു പോലീസ്മാൻ ടിപ്പ് വാങ്ങിക്കുന്ന പോലെ ബാക്കിലോട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സെൻസറി ഡെഫിസിറ്റും വരുന്നുണ്ട്. മെയിൻലി ഈ ഒരു ഏരിയ നമ്മുടെ ആക്സിൽ നെർവിൻ്റെ സെൻസറി സപ്ലൈ വരുന്ന ലോവർ പാർട്ട് ഓഫ് ഡെൽറ്റോയിൻ്റെ അവിടെ റെജിമെൻ്റൽ ബാഡ്സ് പാൽസി എന്ന് പറഞ്ഞൊരു സെൻസറി ഡെഫിസിറ്റും കൂടെ വരും. സോ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന എബ്സ് പാൽസിയിൽ വരുന്ന ക്ലിനിക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ ആദ്യം എന്താണ് ഇഞ്ചുറി പറ്റുന്ന എബ്സ് പോയിന്റിനെ കുറിച്ച് മെൻഷൻ ചെയ്യുക. പിന്നെ ഏതൊക്കെ റൂട്ട് ഇൻവോൾവ് ആവും, ഏതൊക്കെ നെർവ്സ് ഇൻവോൾവ് ആവും, എങ്ങനെ ഇഞ്ചുറി, മെക്കാനിസം ഇഞ്ചുറി എങ്ങനെയാണ്, പിന്നെ ഏതൊക്കെയാണ് ഡിഫോമിറ്റി ഉണ്ടാവുന്നത്, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടാവുന്നത്